ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ്. ഓക്കെ, ടോപ്പിക്ക് IGBT ആണ്. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം IGBT നമ്മൾ FETസിലെ ടൈപ്സിൽ വരുന്ന ഒരു ഏരിയ ആണല്ലേ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ IGBT എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതായത് ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷനാണ്. അതായത് നമ്മുടെ BJTൻ്റെയും നമ്മുടെ മോസ്ഫെറ്റിൻ്റെയും ഒരു കോമ്പിനേഷൻ സർക്യൂട്ടാണ് ആക്ച്വലി എന്ത് നമ്മുടെ IGBT. ഓക്കെ, അപ്പം IGBT is nothing but it is the combination of your BJT plus MOSFET. ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ സർക്യൂട്ടാണ്. ഓക്കെ, അതായത് നമുക്ക് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ നല്ല വശങ്ങൾ എല്ലാം രണ്ടിൻ്റെയും ബെസ്റ്റ് ക്വാളിറ്റീസ് എടുത്തിട്ട് ഉണ്ടാക്കിയ ഒരു ഡിവൈസാണ് നമ്മുടെ എന്ത് IGBT. ഓക്കെ, അപ്പം ഇതിൽ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മോസ്ഫെറ്റിൻ്റെ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ്. ഓക്കെ, അത് IGBTക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ BJTൻ്റെ നമ്മുടെ ലോ ഓൺ സ്റ്റേറ്റ് പവർ ലോസ് എന്ന ക്വാളിറ്റിയും ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഇതുകൾ. അതുപോലെ തന്നെ IGBT ഈസ് ഫ്രീ ഫ്രം യുവർ സെക്കൻഡറി ബ്രേക്ക് ഡൗൺ. അത് നമ്മൾ മോസ്ഫെറ്റിൽ പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ സെക്കൻഡറി ബ്രേക്ക് ഡൗൺ ഇത് ഫ്രീയുമാണ് ഈ സംഭവം. അപ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല മെറിറ്റ്സും മാത്രം നോക്കിയെടുത്തുള്ള ഒരാളാണ് ആരും നമ്മുടെ IGBT. അതായത് ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്റർ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ IGBTൻ്റെ കാര്യം. ഇനി ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. ഓക്കെ, അപ്പം ഈ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ മോസ്ഫെറ്റിൻ്റെ ഏകദേശമൊക്കെ സെയിം ആണ്. ഓക്കെ, ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ N+ ലെയർ ആണ്. ഈ N+ ലെയർ ഉണ്ട്. ദ N+ ലെയർ അറ്റ് ദ ഡ്രെയിൻ. ഇവിടെയുള്ള ഈ N+ ഡ്രെയിൻ ഉണ്ടായിരുന്നു നമ്മളെ P മോസ്ഫെറ്റ് ഞാൻ വരച്ചിട്ടില്ല. P മോസ്ഫെറ്റിൽ N+ ലെയർ ഉണ്ട്. അത് നമ്മൾ BJT ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ BJT ബൈ എ P+ ലെയർ സബ്സ്ട്രേറ്റ് ആണ്. ഇതാ ഒരു P+ ലെയർ സബ്സ്ട്രേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. P+ ലെയർ. ക്ലിയർ? അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. P+ ലെയർ സബ്സ്ട്രേറ്റ് അതിന് നമ്മൾ എന്ത് ചെയ്യും, ചെയ്യുന്നു, അത് നമ്മൾ കളക്ടർ എന്ന് വിളിക്കുന്നു. ഓക്കെ, P+ ലെയറിലെ സബ്സ്ട്രേറ്റ് നമ്മൾ വിളിക്കുന്നവരാണ് കളക്ടർ. ഇത് P+ ആണ്. ഇതാ ഇവിടെ P+ ഉണ്ടാ, കളക്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന P+ ലെയർ. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ P+ എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇത് P+ 2 മൈനസ് ഇത് P, ബാക്കിയൊക്കെ N+. ഓക്കെ, അപ്പം അതാണൊരു വ്യത്യാസം. ഇവിടെ ഒരു P+ സബ്സ്ട്രേറ്റ് ലെയറും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ P+ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇഞ്ചക്ഷൻ ലെയർ. ഓക്കെ, ഈ P+ ലെയറിനെ വിളിക്കുന്ന പേരാണെന്ത്, ഇഞ്ചക്ഷൻ ലെയർ. ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഇറ്റ് ഇൻജെക്ട്സ് ദ ഹോൾസ് ഇൻടു N- ലെയർ. N- ലെയറിലേക്ക് ഹോൾസിനെ ഇഞ്ചെക്ട് ചെയ്യുന്ന പരിപാടി നടത്തുന്നതാണ് ആരും നമ്മുടെ ഈ P+ ലെയർ. ക്ലിയർ? അതുപോലെ എന്താണ് N- ലെയർ എന്ന് പറയുന്ന സാധനമാണ് ഡ്രിഫ്റ്റ് ലെയർ. ഓക്കെ, N- ലെയർ എന്ന് പറയുന്ന സാധനമാണ് എന്ത്, ഡ്രിഫ്റ്റ് ലെയർ. ഓക്കെ, അപ്പോൾ ഈ N- ലെയറിനെ തിക്നെസ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ചിലപ്പോൾ ചോദിക്കാം. N- ലെയറിനെ തിക്നെസ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഡിറ്റർമൈൻസ് ദ വോൾട്ടേജ് ബ്ലോക്കിംഗ് കേപ്പബിലിറ്റി ഓഫ് IGBT. ഓക്കെ, ഇറ്റ് ഡിറ്റർമൈൻസ് ദ വോൾട്ടേജ് ബ്ലോക്കിംഗ് കേപ്പബിലിറ്റി ഓഫ് IGBT. പിന്നെ ഒരു ലെയറാണ് P ലെയർ. ഇതൊക്കെ വേണമെങ്കിൽ എടുത്തെടുത്ത് ചോദിക്കാം കേട്ടോ. P+ ലെയറാണ് നമ്മുടെ ഇഞ്ചക്ഷൻ ലെയർ, N- ലെയറാണ് ഡ്രിഫ്റ്റ് ലെയർ, P റീജിയനാണെന്ന് നമ്മൾ പറയുന്നത് ബോഡി ഓഫ് IGBT. ഓക്കെ, P ലെയറിനാണ് നമ്മൾ എന്താ പറയുക, ബോഡി ഓഫ് IGBT അല്ലെ ബോഡി റീജിയൻ എന്ന് പറയും. ഓക്കെ, ദെൻ ദ N- ലെയർ ഇൻ ബിറ്റ്വീൻ ദ P+ ആൻഡ് യുവർ P. ഇതാണ് ആക്ച്വലി ഇറ്റ് ഈസ് സെർവിങ് ആസ് ദ ഡിപ്ലീഷൻ ലെയർ ഓഫ് P-N- ജംഗ്ഷൻ. ഓക്കെ, ഈ ഒരു സ്ഥലമാണ് എന്ത്, P-N- ലെയറിന് ഡിപ്ലീഷൻ ലെയറായിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് നമ്മളെ ജംഗ്ഷൻ J2 അല്ലേ, ജംഗ്ഷൻ J2 ആണ് നമ്മൾ P+ Pൻ്റെയും ഇടയിലുള്ള ആ ലെയർ, ഡിപ്ലീഷൻ ലെയർ ഓഫ് P-N- ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ 2 സപ്ലൈ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഒന്ന് VCCയും ഒന്ന് VGയും അല്ലേ. അപ്പോൾ ഈ VCCൻ്റെയും VGൻ്റെയും വർക്കിംഗ് എന്ന് പറയുന്നത് വാട്ട് ഹാപ്പൻസ് ഈസ് നമ്മൾ VCC അപ്ലൈ ചെയ്യുകയാണ്. വെൻ VCC ഈസ് അപ്ലൈഡ് കീപ്പിംഗ് യുവർ VG 0. ഇവിടെ ഇത് അപ്ലൈ ചെയ്യുന്നു, ഈ VG 0 ആക്കുന്നു. ഓക്കെ, അപ്പോൾ വാട്ട് ഹാപ്പൻസ്,
ഇത് പ്ലസ്സിലേക്കാണ് പോകുന്നത്. അതായത് ഇത് ഏത് ബയാസ്ഡ് ആവും? റിവേഴ്സ് ബയാസ്ഡ് ആവും. ശരിയല്ലേ? ഏത് ജംഗ്ഷനാണ് റിവേഴ്സ് ബയാസ്ഡ് ആവുക? J2 എന്താവും? റിവേഴ്സ് ബയാസ്ഡ് ആവും. ശരിയല്ലേ? ഇനി വാട്ട് ഹാപ്പൻസ് വെൻ VG ഇൻക്രീസസ്? VG കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ VG ഇവിടെ കൂട്ടുമ്പോൾ ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ്. ഓക്കെ, ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്യും. അതുപോലെ തന്നെ എന്ത് ചെയ്യും? കറണ്ട് വിൽ ബി സ്റ്റാർട്ട് ഫ്ലോയിങ് ഫ്രം ദ കളക്ടർ. ക്ലിയർ? VG ഒക്കർ ചെയ്യുമ്പോൾ ഈ ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്യും. അറ്റ് ദ സെയിം ടൈം VG നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ കറണ്ട് വിൽ സ്റ്റാർട്ട് ഫ്ലോയിങ് ഫ്രം ഹിയർ. അതായത് കളക്ടറിന് കറണ്ട് എന്ത് ചെയ്യും? മുകളിലേക്ക് ഫ്ലോ ചെയ്യും. അങ്ങനെ ലാർജ് ഇലക്ട്രോൺസ് വിൽ ഫ്ലോ. ഓക്കെ, ലാർജ് ഇലക്ട്രോൺസ് വിൽ ഫ്ലോ. അപ്പം വാട്ട് ഹാപ്പൻസ് ഈസ് നമ്മൾ ഈ P+ ലെയറിൻ്റെ പർപ്പസ് പറഞ്ഞല്ലോ എന്താണ്? ഹോൾസിന് ഇഞ്ചെക്ട് ചെയ്യും. ഏത് ലെയറിലേക്ക്? N- ലെയറിലേക്ക് അല്ലേ? ആക്ച്വലി ഇവിടെ ഒരു ഇലക്ട്രോൺ ഫ്ലഡാണ് സംഭവിക്കുന്നത്. കാരണം ഇവിടെ ഒരുപാട് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് ഈ ഒരു ഏരിയയിൽ വരും. ക്ലിയർ? അപ്പോൾ N+ ലെയറിലേക്ക് ഇങ്ങനെ ഇത് പോവും. അതായത് N+ ലെയറിലേക്ക് ഇതായി. അതാണ് ഇത് കാണിച്ചിരിക്കുന്നതാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. ഇതാണ് കറണ്ട് പാത്ത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പോവും, എന്നിട്ട് N+ ലെയറിലേക്ക് പോകും. അപ്പോൾ അറ്റ് ദ സെയിം ടൈം വാട്ട് ഹാപ്പൻസ് ഈസ് ഇവിടെ ഒരു ലെയർ ഫോം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ അവിടെ പഠിച്ച പോലെ, നമ്മൾ മോസ്ഫെറ്റിൽ പഠിച്ച പോലെ ഇവിടെ ഒരു ലെയർ ഫോം ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? N+ ലെയറിലേക്ക് പോകുന്നു. N+ ലെയറിലേക്ക് പോകുന്നു. എമിറ്ററിലേക്ക് എന്ത് ചെയ്യുന്നു? പോകുന്നു. അതായത് N+ ലെയറിലെ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും? N+ ലെയറിലേക്ക് പോകും. ഓക്കെ, പിന്നെയും നമ്മൾ VG പിന്നെയും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പിന്നെയും കൂടുതൽ കറണ്ട് എന്ത് ചെയ്ത് ഫ്ലോ ചെയ്ത് എമിറ്ററിലേക്ക് പോയിട്ട് നമ്മളെ IGBT എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. ഓക്കെ, സിമ്പിൾ വർക്കിംഗ് ആണ്. നമ്മൾ VC സപ്ലൈ കൊടുക്കുക. അതുപോലെ തന്നെ VG ആദ്യം 0 ആയിരിക്കും. പിന്നെ എന്ത് ഇൻക്രീസ് ചെയ്ത് എന്ത് ചെയ്യുക? ഈ എമിറ്റർ ടെർമിനലിനെ അല്ലെങ്കിൽ ഈ IGBTനെ എന്ത് ചെയ്യുക? വർക്ക് ചെയ്യിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ഇതുപോലെ VGS 0 ആക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? വീണ്ടും പഴയ സ്റ്റേറ്റ്, കറണ്ട് ഫ്ലോ ഒന്നും ഉണ്ടാവില്ല അല്ലേ? കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല, ബാക്കി കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ വീണ്ടും പഴയ സ്റ്റേറ്റ്. അപ്പോൾ VGSും അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കറണ്ട് ഫ്ലോ മേക്ക് ചെയ്യുവാണ് ഇവിടെ ആക്ച്വലി ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ആ പ്രോസസ്സ് എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഏതിൽ പഠിക്കാൻ? IGBTയിൽ പഠിക്കാം. സിമ്പിളായിട്ട് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് പിന്നെയും കുറച്ചൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് വരക്കുമ്പോൾ ആദ്യം ഞാൻ സിമ്പിൾ വരക്കാം അല്ലേ? IGBTൻ്റെ സിമ്പിൾ ഇതാണ് നമ്മുടെ IGBTൻ്റെ സിമ്പിൾ. ഓക്കെ, ഇതാണ് നമ്മുടെ എമിറ്റർ, ഇതാണ് നമ്മുടെ കളക്ടർ, ഇതാണ് നമ്മുടെ ഗേറ്റ്. ശരിയല്ലേ? എമിറ്റർ ഗേറ്റ്. അപ്പം ഇതിൽ ഇത് നമ്മളൊരു സർക്യൂട്ട് ഡയഗ്രാം പോലെ വരക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഗേറ്റ് ടെർമിനൽ ഉണ്ടാവും അല്ലേ? ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട് RGE. ഓക്കെ, ഇതിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ആണ് VG. ഓക്കെ, ഇതിൻ്റെ അക്രോസുള്ള റെസിസ്റ്റൻസ് RS. ഇത് ഗേറ്റ്. ഇതാണ് നമ്മുടെ കളക്ടർ ടെർമിനൽ. ഇതാണ് നമ്മുടെ എമിറ്റർ ടെർമിനൽ. ഓക്കെ, ഇവിടെയുള്ള റെസിസ്റ്റർ ആണ് RC. ഇവിടെയുള്ള സപ്ലൈ ആണ് VCC. ഓക്കെ, ഇതിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ആണ് VCE എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് സ്റ്റാറ്റിക് നമ്മൾക്ക് നേരത്തെ അതിൽ പഠിച്ച പോലെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്? മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ IV ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിക്കുന്നത് 2 ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 2 ടൈപ്സാണ് പഠിക്കാനുള്ളത്. ഒന്നാമത് നമ്മുടെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് VGE. ഇതൊക്കെ ഏതിൻ്റെ അക്രോസൊക്കെ പ്ലോട്ട് ചെയ്യുന്നതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക കേട്ടോ. ഇപ്പോൾ VGEയും ICയും. IC അല്ല നമ്മുടെ കളക്ടർ. ഇവിടുത്തെ ടെർമിനൽ ഓർമ്മയില്ല, കളക്ടർ എമിറ്റർ ഗേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ വോൾട്ടേജ്, നമ്മൾ ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞില്ലേ? VGET അല്ലേ? ഈ വോൾട്ടേജാണ് VGET. ഓക്കെ, അതാണ് ഗേറ്റ് എമിറ്റർ ത്രെഷോൾഡ് വോൾട്ടേജ് VGET. ഓക്കെ, ഇവിടെയാണ് നമ്മൾ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ഒക്കെ ചെയ്തിട്ട് കളക്ടർ കറണ്ടിൽ നിന്ന് വളരെ ഇറ്റ് വിൽ ബി സ്റ്റാർട്ട് റൈസിങ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ഇൻക്രീസിങ് എന്ന് പറയുന്ന സ്ഥലം ഈ VGET ആണ്. ഇനി അടുത്ത് പറയാനുള്ളത് നമ്മുടെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്.
ഓക്കെ. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ മോസ്ഫെറ്റ് നേരത്തെ വരച്ച പോലെ തന്നെയാണ്, ചെറിയൊരു ചേഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത് ഇവിടെ നിന്നാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്, കുറച്ചും കൂടി ഇങ്ങോട്ടായിട്ട്. നമ്മൾ നേരത്തെ 0 എന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്യാൻ, പകരം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിന് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല, അതുകൊണ്ടാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. ഇത് VGE4, ഇത് VGE3, ഇത് VGE2, ഇത് VGE1. ഓക്കെ, ഇതാണ് നമ്മുടെ കളക്ടർ എമിറ്റർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ദിസ് ഈസ് യുവർ കളക്ടർ എമിറ്റർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഇത് ഏതിൻ്റെ അക്രോസാണ് പ്ലോട്ട് ചെയ്യുന്നത്? ഇത് VCEയും വിത്ത് റെസ്പെക്ട് ടു IC ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇതെന്ന് വെച്ചാൽ VGE4 ഗ്രേറ്റർ ദാൻ VGE3 അങ്ങനെ പോകും. ഇതാണ് VRM. ഓക്കെ, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ VRM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി VRM ഈസ് നത്തിങ് ബട്ട് ദ മാക്സിമം റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ്. ഓക്കെ, ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ്. അപ്പോൾ ഇതൊക്കെ ഏതിൻ്റെ അക്രോസ് പ്ലോട്ട് ചെയ്യുന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാനുള്ളൂ, വേറെ കൂടുതൽ എക്സ്റ്റേണൽ കാര്യങ്ങളൊന്നും അറിയാനൊന്നും ഇല്ല ഇതിൽ. ഓക്കെ, ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻസ് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കാം. ഇത് ആക്ച്വലി മീഡിയം പവർ അപ്ലിക്കേഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മീഡിയം പവർ അപ്ലിക്കേഷൻസിലാണ് ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ UPS സിസ്റ്റം, നമ്മൾ പവർ സപ്ലൈസ്, അതുപോലെ നമ്മുടെ സോളിനോയിഡ്, റിലേ, കോണ്ടാക്ടേഴ്സ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളിലാണ് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ആക്ച്വലി ഇത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. ഓക്കെ, BJT ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാരണം ഇറ്റ് ഈസ് ബിക്കമിങ് പോപ്പുലർ. അതായത് ഇറ്റ് ഈസ് ഹാവിങ് സം ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് ലോ ഗേറ്റ് ഡ്രൈവ് റിക്വയർമെൻറ്റ്സ്. ഓക്കെ, ഗേറ്റ് ഡ്രൈവ് റിക്വയർമെൻ്റ് ഒക്കെ കുറച്ച് മതി. അതുപോലെ ലോവർ സ്വിച്ചിങ് ലോസസ് കുറവാണ്. ഓക്കെ, അതുകൊണ്ട് ഇറ്റ് ഈസ് ഗെറ്റിംഗ് പോപ്പുലർ. ഓക്കെ, അത് മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ റേറ്റിംഗ് നമ്മളൊന്ന് നോക്കുക. 1200 വോൾട്ട് 500 ആംപിയർ ആണ്. ഓക്കെ, 1200 വോൾട്ട് 500 ആംപിയർ. ഓക്കെ, ഇനി മേജറായിട്ട് നമ്മൾ പഠിക്കാനുള്ള ഇതിലൊരു പോയിൻ്റ് എന്താ വെച്ചാൽ നമ്മൾ IGBT MOSFET ആയിട്ടുള്ള കമ്പാരിസൺ, അതിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുകൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ച പോലെ കമ്പാരിസൺ IGBTയും MOSFETും ആയിട്ടുള്ള ഒരു കമ്പാരിസൺ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഏറ്റവും ഫസ്റ്റ് പോയിൻ്റ് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ BJT കറണ്ട് കൺട്രോൾഡും വോൾട്ടേജ് നമ്മുടെ MOSFET വോൾട്ടേജ് കൺട്രോൾ ആയിരുന്നു അല്ലേ. ഇവിടുത്തെ പ്രത്യേകിച്ച് രണ്ടും എന്ത് തന്നെയാണ്, വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസുകളാണ് കേട്ടോ. ചോദിക്കുവാണെങ്കിൽ രണ്ടും മാറ്റങ്ങളൊന്നുമില്ല, എന്താണ്, വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസുകളാണ് രണ്ടും. ഓക്കെ, ബോത്ത് ആർ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ്. പിന്നെ നമ്മളെ ടെർമിനൽസിൻ്റെ പ്രത്യേകത, MOSFETൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗേറ്റ്, സോഴ്സ്, ഡ്രെയിൻ ആണ് അല്ലേ. ഇവിടെ എന്തൊക്കെയായിരുന്നു, ഇവിടെ ഗേറ്റ് തന്നെയാണ്, പക്ഷേ എമിറ്ററും കളക്ടറുമാണ് അല്ലേ. പിന്നെ രണ്ടിനും എന്താണ് നമ്മളെ ഈ ബെസ്റ്റ് പ്രോപ്പർട്ടി, MOSFETൻ്റെ ബെസ്റ്റ് പ്രോപ്പർട്ടി ആയ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ഉണ്ട് അല്ല. അപ്പോൾ ഇതിനും ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ഉണ്ട്. ക്ലിയർ, അതാണ് ഒരു പ്രോപ്പർട്ടി. പിന്നെ വേറൊരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഓക്കെ, നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ MOSFETൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ഹാവിങ് ആൻ ഓൺ സ്റ്റേറ്റ് റെസിസ്റ്റൻസ് അല്ലേ, ഓൺ സ്റ്റേറ്റ് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഓൺ സ്റ്റേറ്റ് റെസിസ്റ്റൻസ് ഇവിടെയാണ് കൂടുതൽ കമ്പയർഡ് ടു യുവർ IGBT. ഓക്കെ, അതുകൊണ്ട് തന്നെ ഓൺ സ്റ്റേറ്റ് വോൾട്ടേജ് ഡ്രോപ്പും അതുപോലെ ലോസസും എന്തായിരിക്കും, ഇവിടെ ആയിരിക്കും കൂടുതലുണ്ടാവുക കമ്പയർഡ് ടു ദിസ്. ഓക്കെ, അപ്പോൾ നല്ല കാര്യങ്ങൾ മാത്രമേ ആക്ച്വലി IGBT എടുക്കുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ വോൾട്ടേജ് റേറ്റിംഗ് കൂടുന്നതുകൊണ്ട് തന്നെ ഓൺ സ്റ്റേറ്റ് വോൾട്ടേജ് ഡ്രോപ്പ് ഇവിടെയാണ് കൂടുതലെന്ന് പറഞ്ഞു അല്ലേ. പിന്നെ ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഹയർ
വോൾട്ടേജ് റേറ്റിംഗ്സിലാണ് ഇത് കൂടുതലായിട്ടും ഡിസൈൻ ചെയ്തെന്നുള്ള പോയിന്റ് കൂടി ഓർക്കുക. ഓക്കെ, ഹയർ വോൾട്ടേജ് റേറ്റിംഗ്സിലാണ് ഡിസൈൻ ചെയ്തത്. നമ്മൾ പറഞ്ഞു 1200 വോൾട്ട് 500 ആംപിയർ ആയിരുന്നു അല്ലേ. ഇവിടെ എത്രയായിരുന്നു? ഇവിടെ 500 വോൾട്ടും 140 ആംപിയറേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, പിന്നെ ഓർക്കേണ്ടത് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിയാണ്. അത് വേണമെങ്കിൽ ചോദിക്കാം. ഇവിടെ നമ്മൾ മോസ്ഫെറ്റിൻ്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഒക്കെ എന്ന് വെച്ചാൽ 1 MHz വരെ പോയിരുന്നു അല്ലേ. ഇവിടെ എന്ന് വെച്ചാൽ ഇറ്റ്സ് ഗോയിങ് അപ് ടു ഓൺലി 50 kHz വരെ പോകുന്നുള്ളൂ. മോസ്ഫെറ്റാണ് കുറച്ചും കൂടി ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി കൂടുതലുള്ളത്. IGBT 50 kHz ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ടൈപ്പ് ഇങ്ങനെ ഡിഫറൻസുകൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ബാക്കി ഞാൻ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ബാക്കി പോയിൻറ്റ്സ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ IGBT മോസ്ഫെറ്റൊക്കെ ഇത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.